വാർത്തകൾ വിശദമായി. 2024-25 വർഷത്തെ സംസ്ഥാന ബജറ്റിൽ കാസർഗോഡ് ജില്ലയ്ക്ക് നേട്ടങ്ങളേറെ. കാസർഗോഡ് വികസന പാക്കേജിന് 75 കോടി രൂപയും എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് 17 കോടി രൂപയും ബജറ്റിൽ അനുവദിച്ചു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ്, MG റോഡ്, കാസർഗോഡ്. കേരള ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ നിയമസഭയിൽ അവതരിപ്പിച്ച 2024-25 വർഷത്തെ സംസ്ഥാന ബജറ്റ് കാസർഗോഡ് ജില്ലയുടെ സ്വപ്ന പദ്ധതികൾക്ക് പൊൻതൂവലായി മാറി. ജില്ലയുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കിയുള്ള കാസർഗോഡ് വികസന പാക്കേജിന് 75 കോടി രൂപയും എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് 17 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. ഇതുകൂടാതെ ചെറുവത്തൂർ, നീലേശ്വരം, കാസർഗോഡ്, മഞ്ചേശ്വരം, ചെറുകിട തുറമുഖങ്ങളുടെ വികസനത്തിനും തുക വകയിരുത്തിയിട്ടുണ്ട്. ജില്ലയിൽ പുതുതായി അനുവദിച്ച നഴ്സിംഗ് കോളേജിനും കരിന്തളം ഏകലവ്യ സ്പോർട്സ് സ്കൂൾ കെട്ടിടത്തിനും തുകയുണ്ട്. കൂടാതെ പൈതൃക പുരാവസ്തു മ്യൂസിയവും സ്ഥാപിക്കും. ബേക്കൽ ഉൾപ്പെടെയുള്ള സംസ്ഥാനത്തെ തെരഞ്ഞെടുത്ത 20 ടൂറിസം കേന്ദ്രങ്ങളിൽ 500-ന് മുകളിൽ ആളുകൾക്ക് ഒന്നിച്ച് കൂടിച്ചേരാനുള്ള സൗകര്യങ്ങൾക്കായി സർക്കാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സ്വകാര്യ മേഖലയും ചേർന്ന് പ്രത്യേക പദ്ധതിയായി കൺവെൻഷൻ സെന്ററുകൾ ഒരുക്കും. സാർ, തെരഞ്ഞെടുത്ത 20 ഡെസ്റ്റിനേഷനുകളിൽ 500-ന് മുകളിൽ ആളുകൾക്ക് ഒരുമിച്ച് വരാനും കൂടിച്ചേരാനുമുള്ള സൗകര്യങ്ങൾ സജ്ജമാക്കാൻ സർക്കാരിൻ്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും സ്വകാര്യ മേഖലയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് പ്രത്യേക പദ്ധതി തയ്യാറാക്കും. സാർ, ആദ്യഘട്ടമായി വർക്കല, കൊല്ലം, വണ്ടോത്തുരുത്ത്, ആലപ്പുഴ, മൂന്നാർ, ഫോർട്ട് കൊച്ചി, പൊന്നാനി, ബേപ്പൂർ, കോഴിക്കോട്, കണ്ണൂർ, ബേക്കൽ എന്നിവിടങ്ങളിൽ ഈ സൗകര്യമൊരുക്കും. 50 കോടി രൂപ ഇതിനായിട്ട് വകയിരുത്തുന്നു. കൂടാതെ ജില്ലയിൽ ഒരു മോഡൽ സ്കൂൾ സ്ഥാപിക്കുന്നതിനും ബജറ്റിൽ നിർദ്ദേശമുണ്ട്. ചെറുവത്തൂർ വീരമലക്കുന്ന് ടൂറിസം പദ്ധതിക്ക് 10 കോടി രൂപയാണ് വകയിരുത്തിയത്. ജില്ലാ PSC ഓഫീസിന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിനും ബജറ്റിൽ തുക നീക്കിവെച്ചിട്ടുണ്ട്. ഭിന്നശേഷിക്കാരുടെയും എൻഡോസൾഫാൻ ദുരിതബാധിതരുടെയും പുനരധിവാസത്തിനും ബജറ്റിൽ തുകയുണ്ട്. കൂടാതെ ആചാരസ്ഥാനികർക്കും കോലധാരികൾക്കുമുള്ള ധനസഹായം 1400 രൂപയിൽ നിന്ന് 1600 രൂപയാക്കി ഉയർത്തി. തൃക്കരിപ്പൂർ, തെക്കേക്കാട്, ഇടയിലക്കാട്, മാടക്കാൽ ബണ്ടുകളിൽ പാലം നിർമ്മാണത്തിന് 15 കോടി രൂപയാണ് വകയിരുത്തിയത്. കൂടാതെ ചീമേനി വ്യവസായ പാർക്കിന് 10 കോടി രൂപയും ഫയർ സ്റ്റേഷന് 3 കോടി രൂപയും നീക്കിവെച്ചു. കാഞ്ഞങ്ങാട് റെസ്റ്റ് ഹൌസിനും പുതിയ റോഡുകൾക്കുമായി 10 കോടി രൂപ വകയിരുത്തി. കാസർഗോഡ് പെരിയ എയർ സ്ട്രിപ്പിന് 1 കോടി 10 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. മഹാകവി T. ഉബൈദ് മാപ്പിള കലാ അക്കാദമിക്ക് 1 കോടി രൂപ അനുവദിച്ചു. 3 കോടിയാണ് അടങ്കൽ തുക. നിർമ്മാണം നടക്കുമ്പോൾ ബാക്കി തുക അനുവദിക്കും. കൂടാതെ മഞ്ചേശ്വരം തുറമുഖത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് 50 ലക്ഷം രൂപയും വകയിരുത്തി. ന്യൂസ് ഡെസ്ക്, കാസർഗോഡ് വിഷൻ.